ഗൈസ്, നമ്മൾ മലയാളികൾ എന്താ ഇങ്ങനെ ഇത്രയും അധപതിച്ചു പോകുന്നത് എന്താന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഇന്ന് സംസാരിക്കുന്നത് വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു തിയേറ്റർ അല്ലെങ്കിൽ സിനിമ ആ ഒരു ഫീൽഡിനെ കുറിച്ചാണ്. ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആ അവസ്ഥ അതിപ്പം ലേറ്റസ്റ്റ് നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങി. മൂവിക്കകത്ത് ഒരു ക്യാമിയോ റോളുണ്ട്. ക്യാമിയോ റോള് ആക്ച്വലി അത് ആരാന്ന് പോലും പുറത്ത് വിട്ടിട്ടില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ. അപ്പം അത് കാണുന്നവർക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം സാധാരണക്കാർ ആ ഒരു സിനിമ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഫസ്റ്റ് ഡേ തന്നെ കാണേണ്ട അവസ്ഥയാണ്. കാരണം ഫസ്റ്റ് ഡേ അന്ന് പടമിറങ്ങി അന്ന് ഈവനിങ് ആ ക്യാമിയോ റോൾ ആരാണെന്നുള്ളതിൻ്റെ ഒരു റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റൺ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതായത് ആ ഫസ്റ്റ് ഡേ കണ്ടാലേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഡേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെടും. സെക്കൻഡ് ഡേ തൊട്ടാണ് നമ്മൾ ആ ഫിലിം കാണുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു വാവ് മൂമെൻറ്റ് കിട്ടുമല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വരുമ്പം കിട്ടുന്നത് നമുക്കിവിടെ കിട്ടത്തില്ല. അത് ഈ എന്തൊരു മൈൻഡ് സെറ്റാണ് അവർ ആലോചിക്കുന്നത്. കാരണം അതൊരു മിനിമം ഒരു 2 വീക്സ് എങ്കിലും കഴിഞ്ഞിട്ടാണ് അത്രയും പോട്ടെന്ന് വെക്കാം. ഇത് ആ മൂവി ഇറങ്ങി അന്ന് വൈകുന്നേരം ഞാൻ റീൽ നോക്കിയപ്പോൾ അതിനകത്ത് ക്യാമിയോ റോള് ഇതേ റീൽ എടുത്തിട്ടേക്കുന്നു, അതിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കുക. അപ്പം നമുക്കത് ഫസ്റ്റ് ഡേ തന്നെ കാണേണ്ട അവസ്ഥയാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, തിയേറ്ററിൽ നമ്മൾ പോകുമ്പം നമ്മൾ കാരണം ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. എല്ലാവരും പടം കാണാനും ആസ്വദിക്കാനും വേണ്ടി വരുന്നവരാണ്. അപ്പോൾ നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. പക്ഷേ ഇത് എന്താണ്, നമ്മൾ കൈയടിക്കും, ബഹളം വെക്കും, വിസിലടിക്കും, അതൊക്കെ സ്വാഭാവികം. ഈ മൊബൈൽ ഫോണിൻ്റെ യൂസാണ് ഞാൻ ഉദ്ദേശിച്ചത്. പടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ എടുക്കുക, റീലെടുക്കുക, ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിടുന്നത് സ്വാഭാവികം. ജസ്റ്റ് അതിൻ്റെ റീലൊക്കെ എടുത്തിട്ട് ഒരു പടത്തിൻ്റെ ഒരു 30 മിനിറ്റ്സ് എങ്കിലും റീൽ തന്നെ കാണും. അതായത് റീൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും പടം കണ്ടു കഴിയുമ്പോൾ. എന്നിട്ട് അതിൻ്റെ വ്യൂസ് നോക്കുക. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എത്ര വ്യൂസ് കിട്ടി. അതുപോലെ തിയേറ്ററിൽ ഇരിക്കുന്നതിൻ്റെ പടത്തിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കുന്നതിനല്ല പ്രശ്നം, പക്ഷേ ചുറ്റുമുള്ളവർക്ക് അത് എത്രത്തോളം ഡിസ്റ്റർബൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. അതാണ് വിഷയം. ഇപ്പം എങ്ങനെ തിയേറ്ററിൽ പോയൊരു സിനിമ കാണാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ? എങ്ങനെ കാണാൻ പറ്റും? കാരണം നമുക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് ഡേ കാണാം. ഫസ്റ്റ് ഡേ കണ്ടാൽ തന്നെ ഇതാണ് അവസ്ഥ. ഈ ഫോണിൻ്റെ വെട്ടം മുഖത്തോടടിച്ചിട്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്കത് കാണാനേ പറ്റില്ല. കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ മലയാളികളുടെ കൾച്ചർ മാറിയത്. ഇതിപ്പോൾ ഇനി എന്ന് പറഞ്ഞ് മനസ്സിലാക്കും? എന്നിട്ട് എന്നും എന്താ പറയുക, ഈ ഫീൽഡിലുള്ളവർ അതിനെതിരെ കേസ് കൊടുക്കുന്നു. ലീക്കായി പടത്തിൻ്റെ കട്ട്സ് ലീക്കായി എന്ന് പറഞ്ഞിട്ട് കേസ് പുറകെ. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ജസ്റ്റ് നമ്മളൊരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പടത്തിന് പോകുന്നത്. അപ്പം തിയേറ്ററിൽ പോയി അത് എൻജോയ് ചെയ്ത് കാണുക. ജസ്റ്റ് അത് നമ്മൾ ആ പടം കണ്ടു എന്ന് 4 പേരെ അറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. അത് നമുക്കൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ പടത്തിൻ്റെ പേര് വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിടാറുണ്ട്. ഞാനും ഇട്ടിട്ടുണ്ട്. അത് ഇടുന്നതിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്തെ സീൻസ്, ക്യാമിയോ റോൾസ്, ഇതൊക്കെ ഫസ്റ്റ് ഡേ തന്നെ എടുത്തിടുന്നവരുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്. അപ്പം ഇതിനെതിരെ കുറച്ചെങ്കിലും ആരും പ്രതികരിക്കാനൊന്നുമില്ല. അപ്പം കുറച്ചെങ്കിലും ബോധത്തോടെ ആൾക്കാർ പെരുമാറണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. ഒരാളെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മൾ ഡെയിലി ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്വയമായിട്ട് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഞാൻ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഞാൻ കാരണം ആൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം
ഈ വീഡിയോ കാണുന്നവരെങ്കിലും അങ്ങനെ ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.